2025 കേരള കയറ്റുമതി പ്രോത്സാഹന നയം മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പീഡർമാരുടെ ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ പരിഷ്കരിക്കാനും തീരുമാനമായി. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് കേരള കയറ്റുമതി പ്രോത്സാഹന നയം 2025 അംഗീകാരം നൽകിയത്. പ്രകൃതി വിഭവങ്ങൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, സാംസ്കാരിക പൈതൃകം, പുരോഗമനപരമായ ബിസിനസ് അന്തരീക്ഷം എന്നിവയുടെ സവിശേഷമായ സമ്മിശ്രണം കൊണ്ട് കേരളത്തെ പ്രമുഖ കയറ്റുമതി കേന്ദ്രമാക്കുകയാണ് ഉദ്ദേശമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ കയറ്റുമതിക്കാർക്ക് അവസരങ്ങൾ മുതലെടുക്കാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടുന്നതിനും ആഗോളതലത്തിൽ സാന്നിധ്യം രേഖപ്പെടുത്തുന്നതിനും അവസരമൊരുക്കും. ആത്യന്തികമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകുന്നത് ലക്ഷ്യമിട്ടാണ് നയരൂപീകരണമെന്ന് മന്ത്രിസഭായോഗം ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതിയിലെ ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ, ഗവൺമെന്റ് പ്ലീഡർ എന്നിവരുടെ മാസശമ്പളം പരിഷ്കരിച്ചു. 2022 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകും. അഡ്വക്കേറ്റ് ജനറലിന്റെ ഫീസ്, അലവൻസ് എന്നിവയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, സ്റ്റേറ്റ് അറ്റോർണി എന്നിവരുടെ ഫീസ്, അലവൻസ് എന്നിവയും ഇതോടൊപ്പം പരിഷ്കരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.